അടിവസ്ത്രം വില്ലനായ ഒരു കഥ. ചുരുക്കി പറഞ്ഞാൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ കഥ ഏകദേശം തീർപ്പായിട്ടുണ്ട്. ആന്റണി രാജുവിന് ഇന്ന് ജാമ്യം കിട്ടി. പക്ഷെ കഥയുടെ തുടക്കവും ചുരുക്കവും ഞാനൊന്ന് പറഞ്ഞു തരാം, എങ്ങനെയാണെന്ന് അറിയാത്തവർ ഒന്ന് മനസ്സിലാക്കി വെക്കാം. 1990 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ പൗരനെ 61 ഗ്രാം ഹാഷിഷ് ഓയിലുമായി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പോലീസ് പിടിക്കുന്നു. കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഓസ്ട്രേലിയൻ പൗരന് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ, പേര് ഞാൻ ഓർത്തു വെച്ചതെന്നാണ്, മറന്നുപോയി, അദ്ദേഹം ഹാജരാകുന്നു. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ 1990 കാലഘട്ടത്തിലെ മികച്ച ജൂനിയർ ആയിരുന്നു ആന്റണി രാജു എന്ന മുൻ മന്ത്രി. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഓസ്ട്രേലിയൻ പൗരനെ ജയിലിൽ അടച്ചിരിക്കുന്ന ആ കാലയളവിൽ അടിവസ്ത്രത്തിൽ 61 ഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തി എന്നുള്ള കുറ്റത്തിന് ശിക്ഷിച്ചു 10 വർഷം കോടതി ശിക്ഷിച്ചു നിൽക്കുന്ന സമയത്താണ് അടിവസ്ത്രം ആന്റണി രാജുവും അവിടുത്തെ ബെഞ്ച് ക്ലർക്കും കൂടെ മാറ്റുന്നത്. ശേഷം അടിവസ്ത്രം വെട്ടി ചെറുതാക്കി തിരിച്ചു വെക്കുന്നു. കോടതിയിൽ ഓസ്ട്രേലിയൻ പൗരനെ വെറുതെ വിടുന്നു. ആ അടിവസ്ത്രം അദ്ദേഹത്തിന് പരുവമാവുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതല്ലാത്ത അടിവസ്ത്രത്തിലാണ് ഹാഷിഷ് ഓയിൽ കടത്തിയതെന്നും അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് കൂടുതലാണെന്നും പറഞ്ഞ് കോടതി ഓസ്ട്രേലിയൻ പൗരനെ വെറുതെ വിടുന്നു. ഇനിയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് കഥയിൽ. മറ്റൊന്നുമല്ല, ഓസ്ട്രേലിയൻ പൗരൻ തിരിച്ചു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയിൽ ചെന്ന ഇദ്ദേഹം ഇതേ തൊഴിൽ വീണ്ടും ആവർത്തിക്കുന്നു. ഓസ്ട്രേലിയൻ പോലീസ് പിടിക്കുന്ന ഓസ്ട്രേലിയൻ പോലീസ് ഇദ്ദേഹത്തെ ജയിലിലിടുന്ന സമയത്താണ് ജയിലിലെ കൂടെ ഉള്ള തടവുകാരനോട് ഓസ്ട്രേലിയൻ പൗരൻ പറയുന്നത്, ഇതേപോലൊരു കേസിൽ എന്നെ കേരളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിവസ്ത്രത്തിൽ മുറിച്ച് ചെറുതാക്കി കള്ളത്തരം കാണിച്ച് എന്റെ വക്കീലിന്റെ ജൂനിയർ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഇനി കാണാൻ പോകുന്നത്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മായാജാലമാണ്. ഇത് മറ്റുള്ള ആളുകളെ ഈ തടവുകാരനെ അറിയിക്കുന്നു. അവിടുത്തെ ഇന്റർപോൾ മുഖേന ഇവിടെ ഇന്ത്യയിലെ അന്വേഷണ ചുമതലയായ CBIയിലേക്ക് എത്തുന്നു. CBIയിൽ എത്തിയതിനു ശേഷം അന്വേഷണം കോടതിയിലേക്ക് വരുന്നു. വീണ്ടും കേസ് 2005 റീ ഓപ്പൺ ചെയ്യുന്നു. 2026 കേസിന്റെ വിധി വരുന്നു. രണ്ടാം പ്രതിയായി ആന്റണി രാജുവിനെ ശിക്ഷിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഒരു അടിവസ്ത്രം വില്ലനായാൽ എങ്ങനെയിരിക്കും ഒരു മന്ത്രി വരെ പെടും എന്നുള്ളതാണ്. നമുക്ക് മറ്റൊന്നും പറയാനില്ല. കേസുകൾ നമ്മൾ നടത്തുന്നതാണ്. നമ്മളും ഒരു അഭിഭാഷക വൃത്തിയിൽ ജീവിക്കുന്നവനാണ് ഞാനും. എന്നാലും ദൈവത്തിന്റേതായ ഒരു കയ്യൊപ്പ്